BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് LDF വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. CPM പാർലമെന്റ് പാർട്ടി ലീഡർ SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ലെന്നുമാണ് ഹർജിയിലെ വാദം. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമ സംരക്ഷണം കോടതി റദ്ദാക്കണമെന്നും അധികാരമില്ലാത്ത BJP കൗൺസിലർമാർ വോട്ട് ചെയ്ത് മുനിസിപ്പൽ ആക്ടിന് വിരുദ്ധമാണെന്നും ഹർജിയിലുണ്ട്. അതേസമയം തിരുവനന്തപുരം നഗരസഭാ നിർണായക കൗൺസിൽ യോഗത്തിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് അഭിഭാഷകൻ മുഖേന കൗൺസിലർ സുഗതൻ അറിയിച്ചു. 6 മാസത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ അപേക്ഷ അംഗീകരിക്കുകയാണ് മേയർ VV രാജേഷ് ചെയ്തത്. സുഗതൻ തുടർച്ചയായി പങ്കെടുക്കാതെയുള്ള 3ാമത്തെ കൗൺസിൽ യോഗമാണ് ഇത്. കാപ്പ കേസിൽ ജയിലിലായ BJP കൗൺസിലർ സുഗതനെ അയോഗ്യത ഭീഷണി നിലനിൽക്കവെയാണ് കൗൺസിൽ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. 2 സ്വതന്ത്രരുടെ പിന്തുണയിലാണ് അപേക്ഷ പാസാക്കിയിരിക്കുന്നത്. കാസ്റ്റിംഗ് വോട്ടുമായി മേയറും പിന്തുണച്ചു. 51 പേർ അംഗീകരിച്ചെന്നാണ് മേയർ അറിയിച്ചത്. എന്നാൽ കാപ്പ കേസ് പ്രതിക്ക് എങ്ങനെയാണ് അവധി ഇളവ് നൽകുക എന്നാണ് LDFും UDFും ചോദിക്കുന്നത്. പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങിയായിരുന്നു പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചത്. അതേസമയം കോർപ്പറേഷനിൽ സംഘർഷം പതിവായതിനാൽ നഗരസഭാ കൗൺസിൽ യോഗം നടക്കുന്ന നഗരസഭയ്ക്ക് പുറത്ത് കനത്ത പോലീസ് കാവലായിരുന്നു ഏർപ്പെടുത്തിയത്. വലിയ വിയോജിപ്പായിരുന്നു പ്രതിപക്ഷം അറിയിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.